അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സമസ്തയുടെ മഹത്വവും പ്രത്യേകതയും പ്രാധാന്യവുമൊക്കെയാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത്. സമസ്തയുടെ ചരിത്രത്തിലേക്ക് നമുക്ക് കടക്കേണ്ടതുണ്ട്. അതിനു മുമ്പ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ സമസ്തയുടെ പ്രാധാന്യത്തിൻ്റെ കുറച്ചു കാര്യങ്ങൾ കൂടി ബാക്കി പറയേണ്ടതുണ്ട്. അതുകൂടി പറഞ്ഞ് ഈ സമസ്തയുടെ മഹത്വവും പ്രാധാന്യവും എന്നുള്ള ഭാഗം നമുക്ക് അവസാനിപ്പിച്ചിട്ട് സമസ്തയുടെ ചരിത്രത്തിലേക്ക് കടക്കാം. ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായം സമ്മാനിച്ച ലോക മുസ്ലിങ്ങൾ കണ്ട ഏറ്റവും വലിയ ഫിത്നയെ തടുത്തു നിർത്താൻ കേരളത്തിലെ മുസ്ലിം പണ്ഡിതന്മാർക്ക് കഴിഞ്ഞ പോലെ ലോകത്ത് വേറെ ഒരിടത്തെയും പണ്ഡിതന്മാർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. വഹാബിസം മുസ്ലിം ലോകത്തിന് സമ്മാനിച്ച ദുരന്തങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോഴാണ് കേരളത്തിലെ പണ്ഡിതന്മാർ ചെയ്ത കാര്യം എത്ര മഹനീയമാണ്, എത്ര വലിയ കാര്യമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത്. പല നൂറ്റാണ്ടുകൾ ഈ ലോകം അടക്കി ഭരിച്ചത് മുസ്ലിങ്ങളായിരുന്നുവല്ലോ. ഒട്ടോമൻ സാമ്രാജ്യം എന്ന് പറയുമ്പോൾ അതെത്ര വിശാലമായിരുന്നു എന്ന് ചരിത്രം പഠിക്കുന്ന ആർക്കും ബോധ്യപ്പെടും. അക്ഷരാർത്ഥത്തിൽ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്നൊക്കെ പറയുന്നത് പോലെയായിരുന്നു അന്ന് ഇസ്ലാമിക ഖിലാഫത്ത് ഭരണത്തിന് കീഴിലുണ്ടായിരുന്ന രാജ്യങ്ങൾ. ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ് തുടങ്ങിയ വൻകരകളിൽ നിരവധി രാജ്യങ്ങൾ ഇസ്ലാമിക ഖിലാഫത്തിന് കീഴിലായിരുന്നു. നമ്മുടെ ഇന്ത്യ മഹാരാജ്യം പോലും 850-ലധികം വർഷം മുസ്ലിം രാജാക്കന്മാരായിരുന്നു ഭരിച്ചിരുന്നത് എന്ന് ഓർക്കുമ്പോൾ ഈ ഉമ്മത്തിൻ്റെ ഇസ്സത്ത് എത്രയാണ്, ഈ സമുദായത്തിൻ്റെ അഭിമാനം എത്ര വലുതായിരുന്നു. ഇന്ന് ലോക മുസ്ലിം രാജ്യങ്ങൾ എത്തിപ്പെട്ട പരിതാപകരമായ അവസ്ഥയെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നുണ്ടോ? മുത്തനബിയുടെ കാലത്ത് ആരംഭിച്ച ഇസ്ലാമിക ഖിലാഫത്ത് 12 നൂറ്റാണ്ടിന് ശേഷം മുസ്ലിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് എങ്ങനെയാണെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? സൂര്യൻ അസ്തമിക്കാത്ത വലിയ സാമ്രാജ്യം ചെറിയ ചെറിയ കഷ്ണങ്ങളായി ഛിന്ന ഭിന്നമായി പോയതിന് പിന്നിൽ ആരാണ് പ്രവർത്തിച്ചതെന്ന് നമ്മൾ എന്തുകൊണ്ട് ആലോചിക്കുന്നില്ല? മുത്തനബിയുടെ കാലത്ത് ആരംഭിച്ച ഇസ്ലാമിക ഖിലാഫത്ത് ഭരണം 12 നൂറ്റാണ്ടിന് ശേഷം മുസ്ലിങ്ങൾക്ക് നഷ്ടപ്പെടുകയും വലിയ ഇസ്ലാമിക ഭരണപ്രദേശത്ത് നിന്ന് മുസ്ലിം രാജ്യങ്ങളെല്ലാം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വെട്ടിമുറിച്ച് അതിൻ്റെ നടുവിൽ ഇസ്രായേൽ എന്ന രാജ്യമുണ്ടാക്കി കാലാകാലം മുസ്ലിം രാജ്യങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുത്തിക്കൊണ്ട് പാവപ്പെട്ട മുസ്ലിങ്ങളെ വലിയ ദുരന്തമുഖത്തേക്ക് തള്ളിവിട്ടുകൊണ്ട് അവർക്കിടയിൽ ഒരു കൊച്ചു രാജ്യം നിർമ്മിച്ച് ജൂതന്മാർ അവിടെ കുടിയിരുത്തിയതിൻ്റെ പിന്നിലെ കുടില തന്ത്രങ്ങൾ എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ചെറിയ കുട്ടികളും സ്ത്രീകളുമടക്കം ലക്ഷക്കണക്കിന് ആളുകൾ അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടിട്ടും അതിനെതിരെ ശക്തമായി ഒന്ന് പ്രതികരിക്കാൻ കഴിയാതെ നിസ്സഹായരായി നോക്കി നിൽക്കേണ്ട അവസ്ഥയിലേക്ക് ചുറ്റുമുള്ള 60ഓളം മുസ്ലിം രാജ്യങ്ങൾ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു സാഹചര്യത്തിലേക്ക് മുസ്ലിം സമുദായത്തെ എത്തിച്ച ഘടകമെന്താണെന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? അതിനെക്കുറിച്ച് പഠിക്കുമ്പോഴാണ് ഈ കേരളത്തിലെ സമസ്ത എന്ന പണ്ഡിത സഭ ഒരു നൂറ്റാണ്ട് പ്രതിരോധിച്ച് നിന്നത് എത്ര വലിയ ഭീകര സംഘടനയോടാണ്, എത്ര വലിയ ഫിത്തനയോടാണെന്ന് നമുക്ക് ബോധ്യപ്പെടുകയുള്ളൂ. ഒരുപാട് സാമ്രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ച സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യമെന്ന് ഓമനപ്പേരിട്ട് വിളിച്ച ബ്രിട്ടീഷുകാർക്ക് തുർക്കി ഖിലാഫത്തിനെ മാത്രം കീഴടക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഒരുപാട് കാലം അവരതിന് ശ്രമിച്ചു, അവർക്ക് സാധിക്കുമായിരുന്നില്ല. കാരണം അത്രയും വിശാലമായിരുന്നു ഇസ്ലാമിക ഖിലാഫത്ത് ഭരണപ്രദേശങ്ങൾ. അതൊന്ന് തൊടാൻ പോലും ബ്രിട്ടീഷുകാർക്ക് കഴിഞ്ഞിരുന്നില്ല. പക്ഷേ 1-ാം ലോക മഹായുദ്ധ സമയത്ത് ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് അച്ചാരം വാങ്ങി തുർക്കി ഖിലാഫത്ത് ഭരണപ്രദേശത്ത് ഒരു ആഭ്യന്തര കലാപമുണ്ടാക്കിയിട്ട് ഖിലാഫത്ത് ഭരണത്തെ അട്ടിമറിക്കാനും തുർക്കി ഖലീഫയെ ജയിലിലടക്കാനും ബ്രിട്ടീഷുകാരെ സഹായിച്ചത് ആരാണ്? ഇബ്നു അബ്ദുൽ വഹാബിൻ്റെ പിന്മുറക്കാരനായ ഇബ്നു സൗദ് എന്ന ഭരണാധികാരിയല്ലേ? അത്രയും വലിയ കൊടും ചതി ലോക മുസ്ലിങ്ങളോട് കാണിച്ചത് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് എന്ന വഹാബി പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ്റെ പിന്മുറക്കാരനായതുകൊണ്ട് മാത്രമാണ്. മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബിൻ്റെ ചരിത്രം പഠിച്ചാൽ നമുക്കത് ബോധ്യപ്പെടും. ഇതെല്ലാം എഴുതി വെച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. 1-ാം ലോക മഹായുദ്ധത്തിൽ ഇസ്ലാമിക ഖിലാഫത്ത് ഭരണം അട്ടിമറിക്കാൻ കാരണമായത് എന്തെന്നും അതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണെന്നും എല്ലാം നെഹ്റു എഴുതി വെച്ചിട്ടുണ്ട്. ആ സമയത്താണ് നമ്മുടെ നാട്ടിലെ നമ്മുടെ വല്യപ്പന്മാർ, നമ്മുടെ മുൻഗാമികൾ തുർക്കി ഖിലാഫത്തിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ ഖിലാഫത്ത് കമ്മിറ്റികളുണ്ടാക്കി ബ്രിട്ടീഷുകാരോട് സമരം ചെയ്തത്. ബ്രിട്ടീഷുകാരുടെ ഒരു തന്ത്രം എന്നും അങ്ങനെ ആയിരുന്നല്ലോ, ഭിന്നിപ്പിച്ച് ഭരിക്കുക, അല്ലെങ്കിൽ ആഭ്യന്തര കലാപമുണ്ടാക്കി ആ ഭരണകൂടത്തെ തകർക്കുക എന്നും അവരുടെ ഒരു രീതി അങ്ങനെ ആയിരുന്നു. നമ്മളെ നാട്ടിലെടുത്ത തന്ത്രവും അതായിരുന്നു, തുർക്കി ഖിലാഫത്തിനെ അട്ടിമറിക്കാനെടുത്ത തന്ത്രം അതായിരുന്നു. അതിനുവേണ്ടി എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തത് വഹാബികളായിരുന്നു എന്ന് മാത്രം. ഇത് കേവലം അറേബ്യയിൽ മാത്രമല്ല, കേരളത്തിൻ്റെ ചരിത്രത്തിലേക്ക് വരുമ്പോഴും നമുക്കത് ബോധ്യപ്പെടും. ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇസ്ലാമിക ചരിത്രത്തിൽ മുസ്ലിങ്ങൾക്ക് ഇത്രയും വലിയ ഒരു ദുരന്തം സമ്മാനിച്ച ഒരു വിഭാഗത്തെ ചെറുക്കാനാണ്
ഇവിടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകരിച്ചത്. 100 വർഷമായിട്ട് അതിനെ ചെറുത്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മുടെ നാട്ടിൽ വലിയ വലിയ ഫിത്നകളും ലിബറൽ ചിന്താഗതികളുമൊക്കെ കൊടികുത്തി വാഴുന്ന ഈ കാലഘട്ടത്തിലും കേരളീയ മുസ്ലിങ്ങൾക്ക് കൃത്യമായ ദിശാബോധം നിർണയിച്ചു നൽകുന്നതിൽ ഞാനീ പറഞ്ഞ സമസ്തയുടെ പങ്ക് വളരെ വലുതാണ്. അതേപോലെ തന്നെ കേരളത്തിലെ മതസൗഹാർദ്ദവും സഹിഷ്ണുതയും കാത്തു സൂക്ഷിക്കുന്നതിലും മുസ്ലിങ്ങൾക്കുള്ള അവകാശങ്ങൾ നേടിയെടുക്കുന്നതിലും സമസ്ത വഹിച്ച പങ്ക് ചെറുതൊന്നുമല്ല. കേരള മുസ്ലിങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിലും വിദ്യാഭ്യാസപരമായിട്ടുള്ള ഉയർച്ചക്കുമൊക്കെ സമസ്ത വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഉത്തരേന്ത്യൻ മുസ്ലിങ്ങളുടെ ജീവിത നിലവാരം നോക്കിയാൽ തന്നെ നമുക്കത് ബോധ്യപ്പെടും. സമസ്തയുടെ മതഭൗതിക വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ ലോകത്തിന് തന്നെ വലിയ മാതൃകയാണ്. സമസ്ത രൂപീകരിച്ച മദ്രസ വിദ്യാഭ്യാസം അത് വലിയ വിപ്ലവകരമായ മുന്നേറ്റമാണ് കാഴ്ചവെച്ചത്. ഒരു ഭരണകൂടം ചെയ്യുന്നത് പോലെ വളരെ ചിട്ടയോടെയും കൃത്യമായ സിലബസിലൂടെയും ഈ സംസ്ഥാനത്തൊട്ടാകെ ഇത്തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസ വിപ്ലവം ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? 25,000 30,000 മദ്രസകളാണ് സുന്നികൾക്ക് വേണ്ടി മാത്രം നമ്മുടെ കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. ഇത്രയും മദ്രസകൾ വ്യവസ്ഥാപിതമായിട്ട് ഒരു സിലബസിലൂടെ കൃത്യമായി നടന്നു പോകുന്നുണ്ടെങ്കിൽ അത് ഭരണകൂടത്തിന് പോലും കഴിയാത്ത കാര്യമല്ലേ? ഇതുപോലെ ഒരു സംവിധാനം ഇസ്ലാമിക രാഷ്ട്രങ്ങളിലോ അറബ് രാഷ്ട്രങ്ങളിലോ പോലും നമുക്ക് കാണാൻ കഴിയുന്നില്ല. ധാർമ്മിക മൂല്യങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാതെ അഴിഞ്ഞാടി നടക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ധാർമ്മിക മൂല്യങ്ങൾ നെഞ്ചേറ്റി ഇസ്ലാമിക സംസ്കാരത്തോടെ ജീവിക്കുന്ന ഒരു പറ്റം മനുഷ്യരെ സൃഷ്ടിക്കാൻ അറബ് രാജ്യങ്ങളെ പോലും കവച്ചു വെക്കുന്ന പ്രവർത്തനമാണ് സമസ്ത കാഴ്ചവെച്ചത്. അതുമാത്രമല്ല, അറേബ്യൻ നാടുകളിലെ ഇസ്ലാമിക രാഷ്ട്രങ്ങളിലെ മുസ്ലിം പണ്ഡിതന്മാരെക്കാളും നമ്മുടെ കേരളീയ മുസ്ലിം പണ്ഡിതന്മാർ അവർ ജീവിതത്തിൽ പാലിക്കുന്ന സൂക്ഷ്മതയും സംസ്കാരവും അച്ചടക്കവുമൊക്കെ തികച്ചും വ്യത്യസ്തമാണ്. കുട്ടികൾക്കും യുവാക്കൾക്കുമൊക്കെ ധാർമ്മിക വിദ്യാഭ്യാസം നൽകാൻ വേണ്ടി ലക്ഷക്കണക്കിന് പണ്ഡിതന്മാരെയാണ് ഇവിടെ വാർത്തെടുത്തുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി ആയിരക്കണക്കിന് സ്ഥാപനങ്ങളാണ് സർക്കാരിൻ്റെ സഹായം പോലുമില്ലാതെ പിരിവെടുത്തുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ലക്ഷക്കണക്കിന് പണ്ഡിതന്മാരും ആയിരക്കണക്കിന് മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഇവിടുത്തെ ചെറുപ്പക്കാർ തീവ്രവാദത്തിലേക്കും മറ്റും പോകാതെ സംരക്ഷിച്ചു നിർത്താൻ സാധിക്കുന്നത്. ഏത് കാലത്തും ഏത് രാജ്യത്തും ഭരണകൂടങ്ങൾ ജനങ്ങളെ ദ്രോഹിക്കുകയും അടിച്ചമർത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ. എന്നാൽ പല സമയങ്ങളിലും പല പ്രദേശങ്ങളിലും ഈ ഭരണകൂടത്തിനെതിരെ നിയമം കയ്യിലെടുത്ത് പ്രവർത്തിക്കുന്ന ഒരുപാട് സംഘടനകളുണ്ട്. തീവ്രവാദ സംഘടനകൾ, മാവോയിസ്റ്റ് സംഘടനകളൊക്കെ പരിസര പ്രദേശങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നത് കാണാം. നമ്മുടെ ഇന്ത്യയിലും ഈ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന അവസ്ഥ ഉണ്ടല്ലോ. നമ്മുടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പോലും അത്തരത്തിലുള്ള മാവോയിസ്റ്റ് സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ ഇത്ര കാലമായിട്ടും അത്തരത്തിലുള്ള ഒരു സംഘടനയും തലപൊക്കിയിട്ടില്ല. അതിൻ്റെ പ്രധാന കാരണം ഇവിടെയുള്ള ചെറുപ്പക്കാരെയും കുട്ടികളെയും ഒക്കെ തീവ്രവാദ ചിന്തയിൽ നിന്ന് മോചിപ്പിച്ച് നിയമാനുസൃതമായി പ്രവർത്തിക്കാനും ജീവിക്കാനും അവരെ പ്രേരിപ്പിക്കുന്ന ധാർമ്മിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. അത്തരത്തിൽ നമ്മുടെ ചെറുപ്പക്കാരെ വളർത്തിയെടുക്കുന്നതിൽ സമസ്തക്ക് വലിയ പങ്കുണ്ട്. സമസ്തയെ എതിർക്കുന്ന പല സംഘടനകളും അവരുടെ മദ്രസകളിലും അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പഠിച്ച കുട്ടികളും ചെറുപ്പക്കാരും ഒക്കെ തീവ്രവാദ സംഘടനയിലേക്ക് ചേക്കേറിയ വാർത്ത നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ വായിച്ചു കഴിഞ്ഞതാണ്. ആ സ്ഥാനത്ത് എന്തെങ്കിലും ഒരു തീവ്രവാദ പ്രവർത്തനത്തിനോ അതല്ലെങ്കിൽ തീവ്രവാദത്തിന് വേണ്ടി മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുന്ന വാർത്തയൊന്നും സമസ്തയുടെ പ്രവർത്തകരിൽ നിന്നോ സമസ്തയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചവരിൽ നിന്നോ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയില്ല. കൂടുതൽ അത്തരം വിഷയങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. സമസ്തയുടെ ചരിത്രത്തിലേക്ക് തന്നെ കടന്നു വരികയാണ്. അതിനു മുമ്പ് കേരളത്തിൽ ഇസ്ലാം കടന്നു വന്നതും അതിനുശേഷം ഈ പ്രസ്ഥാനം രൂപീകരിക്കുന്നതിന് മുമ്പ് കേരളീയ മുസ്ലിങ്ങൾക്ക് ദിശാബോധം നൽകിയ മഹാന്മാരായ പണ്ഡിതന്മാരെക്കുറിച്ചൊക്കെ ചെറുതായിട്ടെങ്കിലും ഒന്ന് അനുസ്മരിച്ച് പോകേണ്ടതുണ്ട്. അവരുടെ പ്രബോധന രീതികളൊക്കെ ഒന്ന് പറഞ്ഞു പോകേണ്ടതുണ്ട്. തിരുനബിയുടെ കാലത്ത് തന്നെ പരിശുദ്ധ ഇസ്ലാം കേരളത്തിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള വസ്തുത ഇസ്ലാമിക ചരിത്രത്തിൽ കേരളത്തിൻ്റെ പൈതൃകം അടയാളപ്പെടുത്തുന്ന കാര്യമാണല്ലോ. മാലിക് ബിൻ ദീനാറും സംഘവും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 10 പള്ളികൾ സ്ഥാപിച്ചു. ആ 10 പള്ളികളിലും ഖാദിമാരെ നിശ്ചയിച്ചുകൊണ്ടാണ് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനം കേരളത്തിൽ ആരംഭിച്ചത്. ഇന്ത്യയിൽ ആദ്യമായി നിർമ്മിച്ച പള്ളിയാണല്ലോ കൊടുങ്ങല്ലൂർ ചേരമാൻ ജുമാ മസ്ജിദ്. കൊടുങ്ങല്ലൂർ പള്ളി നിർമ്മിച്ച് അവിടെ മുഹമ്മദ് ബിനു മാലിക് ബിനു ഹബീബ് റഹ്മത്തുള്ളാഹി അലൈഹി എന്നിവരെയാണ് ഖാദിയാക്കി നിശ്ചയിച്ചത്. പിന്നീട് 9 സ്ഥലങ്ങളിൽ പള്ളി നിർമ്മിക്കുകയും അവിടെയൊക്കെ ഖാദിമാരെ നിശ്ചയിക്കുകയും ചെയ്തു. ചാലിയത്ത് പള്ളി നിർമ്മിച്ച് അവിടെ സൈനുദ്ദീൻ ബിനു മുഹമ്മദ് ബിനു മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി, കൊല്ലത്ത് പള്ളി നിർമ്മിച്ച് ഹസൻ ബിനു മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി, പന്തലായനി അതായത് ഇന്നത്തെ കൊയിലാണ്ടി പാറപ്പള്ളി പള്ളിയിൽ
സൈദുദ്ദീൻ ബിൻ മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി, ധർമ്മടത്ത് ഹുസൈൻ ബിൻ മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി, ശ്രീകണ്ഠപുരത്ത് ഷിഹാബുദ്ദീൻ ബിൻ ഉമർ ബിൻ മുഹമ്മദ് ബിൻ മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി, ഏഴിമല മാടായിപ്പള്ളിയിലെ അബ്ദുറഹ്മാൻ ബിൻ മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി, കാസർഗോഡ് തളങ്കര മാലിക് ബിൻ ദീനാർ പള്ളിയിലെ മാലിക് ബിൻ മുഹമ്മദ് ബിൻ മാലിക് ബിൻ ഹബീബ് റഹ്മത്തുള്ളാഹി അലൈഹി, മംഗലാപുരത്ത് മോസി ബിൻ മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി, ബഡ്കൂർ അഥവാ ബഡ്ക്കൽ ഇബ്രാഹിം ബിൻ മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി എന്നിവരെയാണ് ഈ 10 പള്ളികളിലും ഖാദിമാരായി നിശ്ചയിച്ചത്. ഈ 10 പള്ളികൾ കേന്ദ്രീകരിച്ചാണ് കേരളത്തിലെ ഇസ്ലാമിക പ്രവർത്തനം നടന്നത്. ഈ ഖാദിമാർ പറയുന്നതും അവരുടെ ജീവിതം കണ്ടിട്ടുമാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ഇസ്ലാം എന്താണെന്ന് മനസ്സിലായത്. ഈ ഖാദിമാരിലൂടെയും അവർക്ക് ശേഷം വന്ന മറ്റു ഖാദിമാരിലൂടെയും മറ്റ് രാജ്യങ്ങളിൽ വന്ന ഒരുപാട് പണ്ഡിതന്മാർ, സയ്യിദന്മാർ, അവരുടെയൊക്കെ ജീവിതം കണ്ടുകൊണ്ട് യഥാർത്ഥ മുസ്ലിമിൻ്റെ ജീവിതം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ആ കാലഘട്ടത്തിൽ ഇസ്ലാമിലേക്ക് വലിയ ഒരു കുത്തൊഴുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് സംഭവിച്ചത്. ഇന്ന് ഇസ്ലാമിൻ്റെ കൊടിയ ശത്രുക്കൾ ആരോപിക്കുന്നത് പോലെ ആരോപണങ്ങൾ പറയാനൊന്നും അന്ന് ആരും ഉണ്ടായിരുന്നില്ല. ജാതീയ വ്യവസ്ഥ കൊണ്ട് വലിയ പീഡനം അനുഭവിച്ച ഇവിടുത്തെ ജനങ്ങൾ ഇസ്ലാമിലേക്ക് വന്നാൽ അവർക്ക് വലിയ സംരക്ഷണം കിട്ടുമെന്ന് ആലോചിച്ചുകൊണ്ട് വലിയ കുത്തൊഴുക്കായിരുന്നു ഇസ്ലാമിലേക്ക്. അതിന് ഒരാളും എതിർക്കാനുണ്ടായിരുന്നില്ല. അന്നത്തെ രാജാക്കന്മാരൊക്കെ അതിന് വലിയ സപ്പോർട്ടായിരുന്നു. ഇവിടെ ഇസ്ലാമിക പ്രവർത്തനം ആരംഭിക്കാനും പള്ളികൾ നിർമ്മിക്കാനും ഒക്കെ അന്നത്തെ രാജാക്കന്മാർ തന്നെ ആയിരുന്നല്ലോ സഹകരിച്ചത്. അവർ തന്നെയായിരുന്നു അതിന് സാമ്പത്തിക സഹായവും ഭൂമിയൊക്കെ നൽകിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിലേക്ക് ആളുകൾ ഇങ്ങനെ കടന്നു വരുമ്പോഴും ഈ രാജാക്കന്മാർ അതിന് വേണ്ട എല്ലാ സഹായവും നൽകിയിരുന്നു. കാരണം ഇസ്ലാമിൻ്റെ മഹത്വം അവരൊക്കെ മനസ്സിലാക്കിയിരുന്നു. ഒരു മുസ്ലിമിനെ കൊണ്ട് ഒരാൾക്ക് പോലും ഒരു ദോഷവും ഇല്ല എന്ന് അവർ മനസ്സിലാക്കിയിരുന്നു. അങ്ങനെ കൂടുതൽ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതോടുകൂടി കൂടുതൽ പ്രദേശങ്ങളിൽ പള്ളികൾ നിർമ്മിക്കുകയുണ്ടായി. അവിടേക്ക് ഖാദിമാരെ നിശ്ചയിക്കുകയുണ്ടായി. യമനിൽ നിന്നും റഷ്യയിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് പണ്ഡിതന്മാരും സയ്യിദന്മാരും ഇങ്ങനെ നമ്മുടെ കേരളത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരുന്നു. അങ്ങനെ വന്നിൽ പ്രധാനികളാണ് കണ്ണൂർ വളപ്പട്ടണത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് അഹമ്മദ് ജലാലുദ്ദീൻ ബുഖാരി തങ്ങൾ, അതേപോലെ തന്നെ യമനിൽ നിന്ന് വന്ന ഷെയ്ഖ് സൈനുദ്ദീൻ റഹ്മത്തുള്ളാഹി അലൈഹി, യമനിൽ നിന്ന് തന്നെ വന്ന ഷെയ്ഖ് ജിഫ്രി തങ്ങളുടെ പിൻഗാമിയായ സയ്യിദ് മമ്പുറം തങ്ങൾ തുടങ്ങിയ നിരവധി മഹാന്മാർ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പ്രബോധന പ്രവർത്തനത്തിന് വേണ്ടി നമ്മുടെ കേരളത്തിലെത്തിയിട്ടുണ്ട്. നമ്മുടെ ചാലിയം കേന്ദ്രീകരിച്ച് ഇസ്ലാമിക പ്രബോധനം നടത്തിയ ഖാദി പരമ്പരയിലെ വലിയൊരു മഹാനായിരുന്നു ഷെയ്ഖ് അബൂബക്കർ റമദാൻ ശരിയത്തി. സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ്റെ ഉസ്താദ് കൂടിയായിരുന്നു. ആ ചാലിയം ഖാദി പരമ്പരയിലെ മറ്റൊരു മഹാനാണ് ബഹുമാനപ്പെട്ട ഖാദി മുഹമ്മദ്, നമ്മുടെ മൊഹീദ്ദീൻ മാലയൊക്കെ രചിച്ച ഖാദി മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിൻ്റെ പിതൃപരമ്പര ചെന്നുമുട്ടുന്നത് സഹാബത്തിലേക്കാണ്. അപ്പോൾ അത്രയും വലിയ മഹാന്മാരാണ്, സഹാബാക്കളുടെയും മുത്തുനബിയുടെയൊക്കെ പിന്മുറക്കാരാണ് നമ്മുടെ കേരളത്തിൽ ഇസ്ലാമിക പ്രബോധനം നടത്തിയിരുന്നത്. ഒരു കളങ്കവുമില്ലാത്ത സൂക്ഷ്മതയോടെ ജീവിക്കുന്ന വലിയ മഹാപണ്ഡിതന്മാരായിരുന്നു അവരൊക്കെ. ചാലിയം ഖാദി എന്നുള്ളത് പിന്നീട് അത് കോഴിക്കോട് ഖാദിയായിട്ട് മാറി. കാരണം അന്ന് പ്രധാനപ്പെട്ട തുറമുഖം ചാലിയായിരുന്നതുകൊണ്ടാണ് ചാലിയത്ത് പള്ളി നിർമ്മിച്ചതും ഖാദിയെ നിശ്ചയിച്ചതും. പിന്നീട് പ്രധാനപ്പെട്ട തുറമുഖവും പട്ടണമൊക്കെ കോഴിക്കോടായി മാറിയപ്പോൾ ഖാദിയും അങ്ങോട്ടായി മാറി. ഇന്ന് നാം കാണുന്ന കോഴിക്കോട് ഖാദിയൊക്കെ അങ്ങനെയുണ്ടായത്. ആദ്യകാലത്ത് ചാലിയത്തായിരുന്നല്ലോ പള്ളി നിർമ്മിച്ചത്, അവിടെ ആയിരുന്നല്ലോ ഖാദിയെ നിശ്ചയിച്ചത്. പിന്നീട് കോഴിക്കോട്ടേക്ക് പട്ടണം മാറിയപ്പോൾ ഖാദി ഹൗസും കോഴിക്കോട്ടേക്ക് മാറി. ഷെയ്ഖ് ജിഫ്രി തങ്ങളൊക്കെ ഖാദിയായിരുന്നത് കോഴിക്കോട്ടായിരുന്നു. മൊഹീദ്ദീൻ മാലയിൽ നമുക്ക് കാണാം കോഴിക്കോട്ടെ ഖാദി എന്നുള്ളത് കാണാൻ പറ്റും. അപ്പോൾ ആ കാലഘട്ടത്തിലേക്ക് കോഴിക്കോട്ടേക്ക് ഖാദി ഹൗസ് മാറിയിട്ടുണ്ട്. അന്നൊന്നും ഒരു സംഘടനയുടെ ആവശ്യമേ ഉണ്ടായിരുന്നില്ല. അന്ന് ഇത്രയും വലിയ മഹാന്മാർക്ക് പിന്നിൽ കേരളത്തിലെ മുസ്ലിങ്ങൾ ഒറ്റക്കെട്ടായിട്ട് അടിയുറച്ചു നിന്നിരുന്നു. അവർക്കിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. കാരണം അന്ന് വഹാബികളോ മുജാഹിദോ ജമാഅത്തോ തബ്ലീഗോ അന്നൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അന്ന് പ്രത്യേകിച്ച് ഒരു സംഘടന രൂപീകരിക്കേണ്ട, ഒരു പണ്ഡിത സഭ രൂപീകരിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. കേരളത്തിലെ മുസ്ലിങ്ങൾക്കാണെങ്കിലും ഈ പണ്ഡിതന്മാർ എന്താണോ പറഞ്ഞത് അത് അക്ഷരം പതി അനുസരിക്കുന്നവരായിരുന്നു. ഈ സാധാരണക്കാരായ മുസ്ലിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ വിഷയങ്ങളും, ഏത് മേഖലകളും ഈ പണ്ഡിതന്മാരുടെയോ ഈ സയ്യിദന്മാരുടെയോ നിർദ്ദേശത്തിനനുസരിച്ചായിരുന്നു അവർ ജീവിച്ചിരുന്നത്. അവർക്കിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. പണ്ഡിതന്മാർ തമ്മിൽ ഒരിക്കലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ല, വാക്ക് തർക്കങ്ങൾ ഉണ്ടായിട്ടില്ല. അതൊക്കെയും നമ്മുടെ നാട്ടിൽ തലപൊക്കിയത് 1921 വഹാബിസം കടന്നു വന്നതോടുകൂടിയാണ്. അതുവരെയുള്ള 1300 വർഷം മുസ്ലിങ്ങൾ തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. അങ്ങനെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്ന് കാണിക്കണമെങ്കിൽ ഇവർ തെളിവ് കൊണ്ടുവരട്ടെ. ഏതായാലും ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ബാക്കി അടുത്ത വീഡിയോയിൽ നമുക്ക് കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.